കഴിഞ്ഞ പെരുന്നാളിന് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പെരുന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ ഞാൻ പെരുന്നാളും വിഷുവും ഒക്കെ ആഘോഷിക്കുന്ന ഒരാളാണ്. ഇന്നിപ്പോൾ എൻ്റെ വീട്ടിൽ പെരുന്നാളാഘോഷം ഉണ്ടായിരുന്നു. അപ്പോൾ പെരുന്നാളാഘോഷം എന്ന് പറയുന്നത് ഞാൻ പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ടല്ല, പള്ളിയിൽ പോയിട്ടില്ല. ഞാൻ പള്ളിയിൽ പോയിട്ട് 10-25 വർഷമായി. അപ്പോൾ പള്ളിയിൽ പോകാനോട് എനിക്ക് താല്പര്യമില്ല. കാരണം വെച്ചാൽ ഞാനിതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ്. ഈ ഖുറാനൊക്കെ വായിച്ച് പഠിച്ച് എന്താണ് ഖുറാൻ്റെ ഉള്ളടക്കം എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഖുറാനിൽ നിന്നും ഇസ്ലാം മതത്തിൽ നിന്നും വിട്ടൊരു വ്യക്തിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ വീട്ടിൽ ഈ ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പത്തിരിയും ഉണ്ടാക്കി, കോഴിക്കറി ഉണ്ടാക്കി, പിന്നെ ബിരിയാണി ഉണ്ടാക്കി, അല്ല നെയ്ച്ചോറും തേങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കി. അപ്പോൾ എൻ്റെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്ന ഒരു ജന്മം കൊണ്ട് ഹിന്ദുവും കർമ്മം കൊണ്ട് നാസ്തികനായിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അവരുടെ വീട്ടിലുള്ള ആൾക്കാരെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അവരിവിടെ വന്ന് ഭക്ഷണം കഴിച്ചു പോയി. അവർ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ പെരുന്നാൾ ആഘോഷം. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ കാരണം വെച്ചാൽ കഴിഞ്ഞ പെരുന്നാളിന് ഞാനൊരു പോസ്റ്റ് ഇട്ട് എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, വളരെ കാലമായിട്ട് അറിയാവുന്നൊരു യുക്തിവാദി സുഹൃത്ത് വന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ മതത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. വയസ്സാകുമ്പോൾ ചില ആൾക്കാരുടെ പ്രശ്നം ഇതാണ്, അവർ മതത്തിലേക്ക് തിരിച്ചു പോകുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ഈ കാണുന്നതെന്ന്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞ വ്യക്തി ഒരു കമ്മ്യൂണിസ്റ്റ് ലൈനിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അങ്ങനെ ജീവിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്, യുക്തിവാദി സംഘത്തിലൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിമർശിക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. ഞാൻ വേറൊരു കാര്യം പറയാം. ഞാനൊരു 10-20 വർഷങ്ങൾക്ക് 20-25 വർഷമായിട്ട് ഞാൻ മതം വിശ്വസിക്കാത്ത ആളാണ്. മതത്തിൽ നിന്ന് പുറത്തു വന്ന് മതം ഒക്കെ ഉപേക്ഷിച്ചിട്ട് ഞാൻ സ്വന്തമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അത് ഒരു അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അത് എല്ലാവർക്കും കഴിയുന്നൊരു കാര്യമല്ല. അതുകൊണ്ടാണ് അഭിമാനത്തോടു കൂടി പറയുന്നത്. ഞാനൊരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണെങ്കിൽ പോലും. കാരണം ഇത് എല്ലാവർക്കും കഴിയാൻ പറ്റില്ല. കാരണം ചില സമൂഹത്തിൽ നിന്നുള്ള സമ്മർദ്ദം ഉണ്ടാവും, ചില ആൾക്കാർ പ്രശ്നങ്ങളുണ്ടാക്കും, വീട്ടുകാരുടെ സമ്മർദ്ദം ഉണ്ടാവും. പക്ഷേ ഇതൊക്കെ തരണം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരാളെ ഞാൻ മതത്തിലേക്ക് തിരിച്ചു പോവുക എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് വിഷമം തോന്നും. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഒരു സുഹൃത്ത്, ഈ പറഞ്ഞ സുഹൃത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് ലൈനിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു യുക്തിവാദിയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഞാൻ പണ്ടൊരു 10-20 കൊല്ലങ്ങൾക്ക് മുന്നേ ഒരു ആൾ, എനിക്കറിയാവുന്നൊരു വ്യക്തി തൊടുപുഴയിൽ, അദ്ദേഹത്തിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു വെച്ചാൽ, കമ്മ്യൂണിസ്റ്റായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന CPMൻ്റെ ഭാഗമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇപ്പോൾ ഒരു മുസ്ലിയാർ നടന്നു വരികയാണെങ്കിൽ അത് മുട്ടിയില്ലെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക, എന്നിട്ട് വെറുതെ നിന്നും മൂത്രം ഒഴിക്കും. അപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചുള്ള ഇരുന്ന് മൂത്രം ഒഴിക്കണം എന്നാണല്ലോ പറയുക. ഇരുന്ന് മൂത്രത്തെ ഒഴിച്ചില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് പുള്ളി നിന്ന് മൂത്രം ഒഴിക്കും. മൂത്രം ഒഴിച്ചിട്ട് മുസ്ലിയാരെ കാണിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഹാജിയാരായിട്ടുള്ള ആൾക്കാരോ ആരെങ്കിലുമൊക്കെ നടന്നവരാണെങ്കിൽ അവരെ കാണിച്ചു കൊടുക്കും. അപ്പോൾ അതെന്തോ ഒരു പുരോഗമനമായിട്ടുള്ള കാര്യമാണെന്നാണ് പുള്ളി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ഒരു മഹത്തായ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചില ആൾക്കാർ നിസ്കരിച്ചിട്ട് ഇവിടെ നെറ്റിയുടെ ഇവിടെ തഴമ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ തഴമ്പൊക്കെ ഉണ്ടായ ആൾക്കാർ നടന്നു വരുമ്പോൾ ചോദിക്കും, ഇതെന്താ മുറിവ് പറ്റിയതാണോ, ഇതെന്താ പറ്റിയത്, നിങ്ങൾക്ക് മുറിവ് പറ്റിയിട്ട് ഉണങ്ങിയതാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇതൊക്കെ എന്തോ ഒരു വലിയ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾ, അങ്ങനത്തെ ഒരു കമ്മ്യൂണിസ്റ്റ്, CPMൻ്റെ അവിടുത്തെ ഏരിയ കമ്മിറ്റിയിലുള്ളതായിരുന്ന ഒരാളാണ്. അപ്പോൾ തൊടുപുഴയിൽ ഇയാൾ ഒരു സുപ്രഭാതത്തിൽ ഗൾഫിൽ പോയി. കാരണം ജീവിക്കാനൊരു മാർഗമൊന്നും ഇല്ലാതെ വന്നപ്പോൾ പുള്ളി ഗൾഫിൽ പോയി. അവിവാഹിതനാണ്. അങ്ങനെ ഗൾഫിൽ പോയി. പിന്നെ ഗൾഫിൽ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് പിന്നെ പുള്ളി പള്ളിയിലേക്ക് അയച്ചു കൊടുക്കുന്ന ഫോട്ടോ എന്താണെന്നറിയോ? ഫസ്റ്റിലെ ഉംറ ചെയ്ത ഫോട്ടോയാണ് പള്ളിയിൽ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുത്തത്. അതാണ് ഈ പാർട്ടിയുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് യുക്തിവാദികളെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരുടെ കാര്യം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ CPMലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്, DYFൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിൽ നിന്നല്ല മതം മാറിയത്. മതം മാറിയതല്ല, മതം വിട്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിതിനെക്കുറിച്ച് പഠിച്ചു. അപ്പോൾ പഠിച്ചെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ മതത്തിനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിച്ച്, ഖുറാനും ഒക്കെ വായിച്ചു. ആദ്യം ഗീത വായിച്ചു, പിന്നെ ഖുറാൻ വായിച്ച്, ഇതിനൊക്കെ പരിഭാഷ കേട്ടോ. ആ പരിഭാഷകളൊക്കെ വായിച്ചിട്ടാണ് മതം വിട്ടത്.
മതം വിട്ട് ഇപ്പോൾ എനിക്കും ഇതൊക്കെ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊക്കെ വായിച്ചാൽ വളരെ കോമഡിയാണ്, തമാശയാണെന്ന് മനസ്സിലായി. അതങ്ങനെയാണ് മതം വിട്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ പള്ളിയിൽ പോകുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ അമ്പലത്തിൽ പോകുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ ക്രിസ്ത്യൻ ചർച്ചിൽ പോകുന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കാണുമ്പോൾ വെറും തമാശ മാത്രമാണ്. അതുപോലെ ഈ ആഘോഷങ്ങൾ ഞാൻ ആഘോഷിക്കുന്നത് എന്തോന്നാണെന്ന് വെച്ചാൽ, ആഘോഷങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ ആഘോഷത്തിൻ്റേതായിട്ടുള്ള അംശങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാം. എന്നെ സംബന്ധിച്ച് ഞാൻ ആഘോഷത്തിൻ്റേതായ അംശങ്ങളെല്ലാം ഉൾക്കൊള്ളും. ഞാൻ വിഷു ആഘോഷിക്കലുണ്ട്, ക്രിസ്തുമസ് ആഘോഷിക്കലുണ്ട്, കേക്ക് മുറിച്ച് ആഘോഷിക്കലുണ്ട്, പെരുന്നാളിന് പത്തിരി ഇറച്ചി ഉണ്ടാക്കി ആഘോഷിക്കലുണ്ട്, അങ്ങനെയൊക്കെ ആഘോഷിക്കും. അപ്പോൾ ഈ ആഘോഷം അതിൻ്റെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പം ഇന്ന് ഞാൻ ആഘോഷിച്ച കാര്യം എന്ന് പറയുന്നത് സ്വന്തം പിതാവ് മകനെ അറക്കാൻ കൊണ്ടുപോയ ഇതായിട്ട് ബന്ധപ്പെട്ട ഒരു ആഘോഷമാണ്. പക്ഷേ അതിൻ്റെ മതപരമായിട്ടുള്ള ഒരു ശതമാനം പോലും അംശത്തെ ഞാൻ ഉൾക്കൊള്ളുന്നില്ല. എനിക്കറിയാം അത് ശുദ്ധ മണ്ടത്തരമാണെന്നും വിഡ്ഢിത്തരമാണെന്നും എനിക്കറിയാം. ഞാൻ അതല്ല ആഘോഷിക്കുന്നത്. എൻ്റെ വീട്ടുകാരോട് കൂടാനുള്ള, എൻ്റെ കുടുംബക്കാരോടും എൻ്റെ മക്കളോടും ഒക്കെ കൂടിയിരിക്കാനുള്ള ഒരു സന്ദർഭമായിട്ടാണ് ഞാൻ അതിനെ ഉപയോഗിക്കുന്നത്. ഞാൻ എല്ലാ ആഘോഷങ്ങളെയും അതിൻ്റെ മതപരമായിട്ടുള്ള അംശങ്ങളെ ഞാൻ ഒരിക്കലും ഉൾക്കൊള്ളാറില്ല. ഇപ്പോൾ വിഷു ആയിക്കോട്ടെ, ഓണം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ മതപരമായ അംശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടല്ല, മതപരമല്ലാത്ത അതിൻ്റെ അകത്ത് നമുക്ക് സന്തോഷിക്കാൻ പറ്റിയ ചില അംശങ്ങളുണ്ട്. ആ അംശങ്ങളെ മാത്രം എടുത്തുകൊണ്ടാണ് ഞാൻ ആഘോഷിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 10-25 വർഷമായിട്ട് പള്ളിയിൽ പോവുകയോ നിസ്കരിക്കുകയോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇല്ലെന്നിരിക്കെ തന്നെ ഞാൻ ഈ പറഞ്ഞ ആഘോഷങ്ങളിലൊക്കെ പങ്കുവരും. അത് പള്ളിയിൽ പോയിക്കൊണ്ടോ നിസ്കരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അമ്പലത്തിൽ പോയിക്കൊണ്ടോ അല്ല. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ജീവിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം സന്തോഷം എന്ന് പറയുന്നത് ജീവിതത്തിൽ അനിവാര്യമാണ്. നമുക്കിപ്പോൾ ഒരു അമ്പലം കാണുമ്പോൾ അല്ലെങ്കിൽ അമ്പലത്തിൽ നല്ല കൊത്തുപള്ളികൾ കാണുമ്പോൾ, നല്ലൊരു ചർച്ച് കാണുമ്പോൾ, അതൊക്കെ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർ ആരൊക്കെയാണ്, അതിൻ്റെ സന്തോഷം അല്ല അതിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ ക്രിയേറ്റിവിറ്റിയെ സംബന്ധിച്ചാണ് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ജീവിതത്തെയും ലോകത്തെയൊക്കെ നോക്കി കാണുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന ഈ ചങ്ങാതി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, എൻ്റെ പ്രിയ സുഹൃത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പരാമർശിക്കുന്നില്ല. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സ്വബോധം ഉണ്ടാകുന്ന കാലത്തോളം ഞാൻ മതം ഉപേക്ഷിച്ച് തന്നെ ജീവിക്കാനാണ് എൻ്റെ തീരുമാനം. കാരണം എനിക്കൊരു മതത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ ജോലി എടുക്കുന്നു, ഞാൻ ജീവിക്കുന്നു. അപ്പോൾ എനിക്ക് ഈ മതത്തിൻ്റെ ആൾക്കാരുടെ സപ്പോർട്ടോ അല്ലെങ്കിൽ മതത്തിൻ്റെ ആൾക്കാരുടെ സപ്പോർട്ട് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ജീവിക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യേണ്ടി വരും. പക്ഷേ മതം എന്ന് പറയുന്നതിൻ്റെ ഒരു ആവശ്യകത എനിക്കില്ല. മതം വിശ്വസിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഞാനൊരു ഓട്ടോ ഓടിക്കുന്ന ആളാണ്. അതേ സംബന്ധിച്ച് അവർ ചിലപ്പോൾ എൻ്റെ ഓട്ടം വിളിക്കും, എനിക്ക് അവർ സേവനം ചെയ്യേണ്ടി വരും, അതിൻ്റെ പൈസ വാങ്ങേണ്ടി വരും. പക്ഷേ ഈ മതത്തിൻ്റെ ആചാരങ്ങൾ പിന്തുടർന്നുകൊണ്ട് എനിക്ക് ജീവിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല. കാരണം വെച്ചാൽ ഞാനതിനെ ഒരു തമാശയായിട്ടാണ് കാണുന്നത്. കാരണം വെച്ചാൽ ചെയ്യുന്ന ആൾക്കാർ ചെയ്തോട്ടെ, അത് അവരുടെ വിശ്വാസം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ആവശ്യമില്ല. ഞാൻ അതിനെ ഒരു എന്താ പറയുക, ഞാനിത് മനസ്സിലാക്കിയ സ്ഥിതിക്ക് എനിക്കിതൊക്കെ ഒരു തമാശയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്രമാത്രമേ ഉള്ളൂ. ചിലപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിലപ്പോൾ നാളെ എനിക്ക് സ്വബോധം ഇല്ലാത്ത സമയത്ത് ഞാൻ വയസ്സാകുമ്പോൾ ചിലപ്പം ഞാനൊരു മതവിശ്വാസി ആയേക്കാം. അതെൻ്റെ കുഴപ്പമല്ല, അതെൻ്റെ ബ്രെയിനിൻ്റെ കുഴപ്പമാണ്. എന്നെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് നല്ലൊരു ബ്രെയിനാണ്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, എൻ്റെ ബ്രെയിൻ വെച്ചിട്ട് ഈ ഖുറാനും ബൈബിളും ഭഗവത്ഗീതയൊക്കെ ശുദ്ധ മണ്ടത്തരങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ കാലഘട്ടത്തിന് യാതൊരു ആവശ്യമില്ലാത്ത സാധനമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് ഞാൻ മനസ്സിലാക്കി ജീവിക്കുന്നത്. അപ്പോൾ ഇനി നാളെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ മതവിശ്വാസി ആയാൽ പോലും ആ മതവിശ്വാസി ആകുന്നത് ഞാനൊരു ദൈവവിശ്വാസത്തിലേക്ക് തിരിച്ചു പോകുന്നുണ്ടല്ല, മറിച്ച് ഞാൻ തിരിച്ചു പോകുന്നത് എൻ്റെ ബുദ്ധിക്ക് എന്തോ സാരമായ തകരാറ് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് ഞാനൊരു എത്തിസ്റ്റാണ്, നിരീശ്വരവാദിയാണ്, യുക്തിവാദിയാണ്. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് ഇങ്ങനെ ജീവിക്കുന്നതിലുള്ള സന്തോഷം മതി. ഈ സന്തോഷം ഞാൻ നല്ലപോലെ ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ അതിനെക്കുറിച്ച് ആകുലപ്പെടേണ്ടതില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്. നന്ദി.